ഗായ്സ്, അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതിന് ഒരു വെള്ളം വെക്കുക, വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഉപ്പും ഓയിലും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പാസ്റ്റയും കൂടെ തട്ടിയിട്ട് കൊടുക്കുക. അത് ഇവിടെ നിന്ന് വേവട്ടെ. എന്നിട്ട് വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മെൽറ്റാക്കി എടുക്കുക. മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എത്ര മാത്രം മൈദ വേണം അതനുസരിച്ച് മൈദ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് ബട്ടറും മൈദയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുനുകുനാന്ന് ഗാർലിക് ഇട്ട് കൊടുക്കുക. ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാൽ എത്രമാത്രം ഇത് വേണോ അത്രമാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഒഴിച്ചത് ഇച്ചിരി കുറഞ്ഞു പോയി, കട്ടിയായിപ്പോയി. നമ്മൾ കട്ടയില്ലാണ്ട് എടുക്കണം കേട്ടോ. കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാലും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുക. അതിന് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചപ്പം പാസ്ത വെന്താണ്, അത് മാറ്റി തണുത്ത വെള്ളത്തിനകത്തോട്ട് ആക്കി വെക്കുക. ഇനി കുറച്ച് ഒണിയൻ ഉണ്ടെങ്കിൽ മാത്രം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇടുക. ഒറിഗാനോ ആണ് ശരിക്കും ഇതിലോട്ട് വേണ്ടത്. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, തൽക്കാലം അതൊക്കെ മതി. അതൊക്കെ മിക്സ് ആക്കുക. എൻ്റെ ഉണ്ടായിട്ട് മാത്രം ഞാൻ 2 പീസ് സ്ലൈസ്ഡ് ചീസ് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ശരിക്കും ഓപ്ഷനിലാണ് കേട്ടോ. വേണ്ട ഉണ്ടെങ്കിൽ ടേസ്റ്റ് കിട്ടും. അതും കൂടിയിട്ട് മിക്സ് ആക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത തട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പാസ്ത ലവേഴ്സൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഓക്കേടാ, ബൈ.